വയനാട് കള്ളാടിയിലുണ്ടായ ദുരന്തത്തിന്റെ നടുക്കത്തിൽ നിന്നും നമ്മൾ ഇപ്പോഴും മുക്തരായിട്ടില്ല. നിരവധി മനുഷ്യജീവനുകളാണ് അധികൃതരുടെ തികഞ്ഞ അനാസ്ഥയിൽ ഇവിടെ പൊലിഞ്ഞുപോയത്. പ്രകൃതിക്ഷോഭം എന്ന് പറഞ്ഞ് തടിയൂരാൻ ശ്രമിക്കുന്ന ഭരണകൂടവും നിർമ്മാണ കമ്പനിയും യഥാർത്ഥത്തിൽ മനുഷ്യനിർമ്മിതമായ ഒരു ദുരന്തത്തിനാണ് വഴിമരുന്നിട്ടത്. തുരങ്കപാതയുടെ നിർമ്മാണത്തിനായി മല തുരന്നു മാറ്റിയ മണ്ണാണ് കള്ളാടിയിൽ മരണക്കെണിയായി മാറിയത്. കാലവർഷം കനക്കുന്നതിനു മുൻപ് മൺകൂനകൾ ഇവിടെ നിന്ന് സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് മാറ്റണമെന്ന് ഉയർന്ന ഉദ്യോഗസ്ഥരടക്കം യോഗത്തിൽ കൃത്യമായ തീരുമാനമുണ്ടായിരുന്നു. എന്നാൽ ആ ഫയലുകളെല്ലാം ചുവപ്പു നാടയിൽ കുടുങ്ങി. ഒടുവിൽ അതിതീവ്ര മഴയിൽ ഈ മണ്ണാകെ കുത്തിയൊഴുകി താഴെയുള്ള മനുഷ്യർക്കുമേൽ പതിക്കുകയായിരുന്നു. ദുരന്തത്തിന്റെ ഉത്തരവാദിത്വം വെറും കരാറുകളിൽ മാത്രം കെട്ടിവെച്ച് കൈകഴുകാനാണ് മുഖ്യമന്ത്രിയും മന്ത്രിമാരും ഇപ്പോൾ ശ്രമിക്കുന്നത്. എന്നാൽ നിർവഹണ ഏജൻസിയായ കൊങ്കൺ റെയിൽവേ കോർപ്പറേഷൻ 2 ആഴ്ച മുൻപ് തന്നെ മണ്ണുമാറ്റാൻ സ്ഥലം അനുവദിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെട്ടിരുന്നു. സ്ഥലവാടക നൽകാമെന്നവർ സമ്മതിച്ചിട്ടും സ്ഥലം കണ്ടെത്തി നൽകാൻ സർക്കാർ സംവിധാനങ്ങൾക്ക് കഴിഞ്ഞില്ല. ഡിസാസ്റ്റർ മാനേജ്മെന്റ് ആക്ട് പ്രകാരം കർശന നടപടിയെടുക്കാനോ മറ്റ് ഏജൻസികളെ വെച്ച് മണ്ണ് നീക്കം ചെയ്യാനോ പൊതുമരാമത്ത് വകുപ്പ് തയ്യാറാകാതിരുന്നത് എന്തുകൊണ്ടാണ് എന്ന ചോദ്യം ഇനിയും അവശേഷിക്കുകയാണ്. മഴ മുന്നറിയിപ്പുകളിലെ പാളിച്ചയും ഈ ദുരന്തത്തിന്റെ ആക്കം കൂട്ടി. ദുരന്ത ദിവസം വയനാട്ടിൽ പെയ്തത് 266 മില്ലിമീറ്റർ അതിതീവ്ര മഴയാണ്. കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മാനദണ്ഡപ്രകാരം 204.4 മില്ലിമീറ്ററിന് മുകളിൽ മഴ പെയ്താൽ റെഡ് അലർട്ട് പ്രഖ്യാപിക്കേണ്ടതായിരുന്നു. എന്നാൽ ഇവിടെ നൽകിയത് വെറും യെല്ലോ അലർട്ട് മാത്രം. ദുരന്തം സംഭവിച്ച ആളുകൾ മരിച്ചു വീഴുന്നതിന് ശേഷമാണ് അധികൃതർ റെഡ് അലർട്ട് പ്രഖ്യാപിക്കാൻ തയ്യാറായത്. ഈ ഗുരുതരമായ വീഴ്ചയ്ക്ക് ആര് മറുപടി പറയും? ജൂൺ 20 ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി യോഗം ഈ അപകട സാധ്യത കൃത്യമായി പ്രവചിച്ചിരുന്നു. ജൂൺ 25 പൊതുമരാമത്ത് സ്പെഷ്യൽ സെക്രട്ടറിയും ചീഫ് എഞ്ചിനീയറും സ്ഥലം സന്ദർശിച്ച് മീനാക്ഷി പാലത്തിന് സമീപമുള്ള കുടുംബങ്ങളെ അടിയന്തരമായി മാറ്റി പാർപ്പിക്കണമെന്ന് നിർദ്ദേശിച്ചതുമാണ്. എന്നാൽ ഈ തീരുമാനങ്ങളെ ഒന്നും നടപ്പിലാക്കിയില്ല. ഇതിലും വലിയ എന്ത് അനാസ്ഥയാണ് ഒരു സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകേണ്ടത്? ഇതിനെല്ലാം പുറമെയാണ് നിർമ്മാണത്തിലെ ഞെട്ടിക്കുന്ന സാങ്കേതിക പിഴവുകൾ പുറത്തുവരുന്നത്. നിർമ്മാണ ചുമതലയുള്ള ദിലീപ് ബിൽകോണിന് ജൂൺ 14 തന്നെ ജിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ കൃത്യമായ മുന്നറിയിപ്പ് റിപ്പോർട്ട് നൽകിയിരുന്നു. സുരക്ഷാ ഭിത്തിയുടെ ഇടതുഭാഗത്ത് വിള്ളലുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. റോക്ക് നെയിലിംഗ് നടത്തേണ്ട അതീവ സുരക്ഷാ മേഖലയിൽ സാങ്കേതിക നിയമങ്ങൾ കാറ്റിൽ പറത്തി സോയിൽ നെയിലിംഗ് മാത്രമാണ് കമ്പനി നടത്തിയത്. കോൺക്രീറ്റ് ഭിത്തികളിൽ വെള്ളം വാർന്നു പോകാനുള്ള വീപ്പ് ഹോൾസ് പോലും ആവശ്യത്തിന് ഉണ്ടായിരുന്നില്ല. ഈ മുന്നറിയിപ്പുകളെയെല്ലാം നിർമ്മാണ കമ്പനിയും ഭരണകൂടവും ഒരുപോലെ അവഗണിച്ചു. ഇപ്പോൾ പാരിസ്ഥിതിക അനുമതിയുടെ പേര് പറഞ്ഞ് ജനങ്ങളെ വഴിതിരിച്ചു വിടാനാണ് സർക്കാർ ശ്രമിക്കുന്നത്. ഇത് പരിസ്ഥിതി പ്രശ്നം കൊണ്ടുണ്ടായ ദുരന്തമല്ല. ദുരന്ത നിവാരണ നിയമത്തിലെ സെക്ഷൻ 56 പ്രകാരം അനാസ്ഥ കാണിച്ച ഉദ്യോഗസ്ഥർക്കെതിരെ ക്രിമിനൽ കേസ് എടുക്കുകയാണ് വേണ്ടത്. മുന്നറിയിപ്പുകൾ അവഗണിച്ച് സുരക്ഷ കാറ്റിൽ പറത്തി അധികൃതർ വരുത്തിവെച്ച ഈ ദുരന്തത്തിന് കാലം മാപ്പ് നൽകില്ല. ഇനിയെങ്കിലും ഉദ്യോഗസ്ഥരും ഭരണകൂടവും കണ്ണു തുറന്നില്ലെങ്കിൽ വയനാടൻ മലനിരകളിൽ ഇനിയും വിതുമ്പലുകൾ ആവർത്തിക്കും.